had lifted up Peter, the strong hand of the Lord God Almighty is going to lift you up. So cry out in the presence of God. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചു. Jesus Christ lifted up his hand and lifted him up. താഴുന്നു എന്ന് തോന്നിയപ്പോൾ പറഞ്ഞപ്പോൾ അവന്റെ കരം അവനെ പിടിച്ചു. When he sank into the deep and cried out to Jesus, Jesus lifted him up. ഇന്ന് മൗനമായി മിണ്ടാതെ നടക്കാതെ വാ തുറന്ന് തമ്പുരാനോട് പറയാൻ തയ്യാറായാൽ ഇന്ന് ഉയർത്തുന്ന ഒരു കരം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. Don't be quiet. Open your mouth and cry unto the Lord, and the Lord will hear your voice, and he will lift you up by his mighty and powerful hand. Hallelujah. Hallelujah. ഇനി 22ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. Verse 22. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. നോക്കിക്കേ, അവരെ എന്ത് ചെയ്തു? ഒന്ന് പറഞ്ഞ നിർബന്ധിച്ചു. വചനം പറയുന്നു, തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. Jesus said, you will reach the shore even before they set sail. ഇന്ന് പകലും പരിശുദ്ധാത്മാവിൽ ദൈവസഭയോട്, കർത്തൃദാസന്മാരോട്, ആത്മനിയോഗത്തോട്, പ്രവചനാത്മാവിൽ ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു മറുപടി ഇവിടെ കിട്ടും. ദൈവപുത്രൻ എവിടെ ചെല്ലാൻ ആഗ്രഹിച്ചോ അവൻ അവിടെ എത്തുന്നതിന് മുൻപ് അവനെ അനുഗമിച്ച് അവനെ വിശ്വസിച്ചിറങ്ങിയ അവന്റെ വാക്കിനെ സംശയിക്കാത്ത തന്റെ ശിഷ്യന്മാർ അവിടെ എത്തണമെന്ന് യേശു ആഗ്രഹിച്ചു.